എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹൈലി റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നമ്മുടെ കണ്ണിന് ചുറ്റുള്ള എന്താ പറയുക ചുളിവുകളില്ലേ, ചുളികൾ മാറ്റുന്നതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുഞ്ഞു ബെല്ലൈക്കൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇനി കുഞ്ഞു ബെല്ലൈക്കൻ എന്ന് പറഞ്ഞിട്ട് വെറുതെ പണി വാങ്ങണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടാം, എന്നാലാണ് വീഡിയോസ് ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം എടുത്താൽ മതി. നമ്മുടെ കണ്ണിന് എത്രയാണോ ആവശ്യമുള്ളത് അത്ര മാത്രം എടുക്കുക. നമ്മുടെ കണ്ണിന് നന്നായിട്ട് കൂളിംഗ് തരുന്ന ഒന്നാണ് നമ്മുടെ മല്ലിയില. അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ടതാണ് കുക്കുംബർ. കുക്കുംബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വാട്ടർ കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ്. കുക്കുംബർ തന്നെ കണ്ണിൽ വെച്ചാൽ തന്നെ നല്ല കുളിർമയാണ്. അപ്പോൾ കുക്കുംബറാണ് ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത്. ഞാൻ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കണ്ണിൽ ഒരു 4-5 സ്ലൈഡ്സ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി പിന്നെ എടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേടാണ്. കേട് നല്ല കട്ടിയായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. കേടും ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കംപ്ലക്ഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനും ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കേടും കൂടി എടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഫൈൻ ലൈൻസ് കൂടിയിട്ടാണ് നമുക്ക് റിങ്കിൾസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ റിങ്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇതേപോലെ വാട്ടർ കണ്ടൻറ്റ് ഉള്ള എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എഫക്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ക്യൂബായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ കുറയും. അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ അതേപടി അങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഞാനിപ്പോൾ കോട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക മാസ്ക് വെച്ചിട്ട് ഞാൻ രണ്ടും കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ടാണ്. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലിങ്ങനെ നമ്മൾ കുക്കുംബർ വെച്ച് കൊടുക്കില്ലേ, അതേപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ കണ്ണിന് നല്ല എന്താ പറയുക നല്ല കുളിർമയായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഈ കാണിക്കുന്നത് മാതിരി നന്നായിട്ട് റൗണ്ടിൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന മാതിരി നന്നായിട്ട് നല്ലൊരു 10 മിനിറ്റ് പറ്റില്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കോട്ടൺ തുണി വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ടായാലും മസാജ് ചെയ്യാം. പക്ഷേ കുറച്ച് നമുക്കൊരു ഗ്രിപ്പ് കിട്ടുന്നത് ഇതുപോലെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റായിട്ടുള്ള ഏതെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും. ഇപ്പം ഞാൻ നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതാ കണ്ണിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ അപ്പുറത്തെ കണ്ണിലും അതുപോലെ തന്നെ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ല റിസൾട്ട് ഐ മാസ്ക് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. അതുവരേക്കും ബൈ.